ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തേർഡ് ഡേ യൂട്യൂബിൽ ലോക്കോസ് പിസ്സ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഓർഡർ അടിച്ചിട്ടുള്ളത്. സമയം 6 മണി. അപ്പോൾ ഇതാണ് നമ്മുടെ നരി. ഇതുമേയാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള കാറടക്കെടുക്കും. അത് ഫുള്ളായിട്ട് എടുക്കേണ്ട പരിപാടിയൊന്നുമില്ല. ഇതുമേയാണ് മാക്സിമം ചെയ്തിട്ട് മുതലാവുള്ളൂ. അപ്പോൾ തന്നെയാണ് എടുത്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഡർ അങ്ങാടിപ്പുറം കഴിഞ്ഞ് തിരൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു ഓർഡർ. കസ്റ്റമർ കാറിലാണ് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പോകുന്നത്. ഇതാണ് അങ്ങാടിപ്പുറത്തിൻ്റെ അവസ്ഥ. ഒരു 6-7 മണി ആ ടൈമിൽ എന്നും ഇവിടെ ഇതന്നെ അവസ്ഥ. ഒരു സൈഡിൽ വണ്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, പാവങ്ങൾ അപ്പുറം ചാടാൻ വേണ്ടിയിട്ട്. മറ്റുള്ള സൈഡിലാണെങ്കിൽ വണ്ടി ഇങ്ങനെ പോരും ചെയ്യും. ആ പാലത്തിൻ്റെ പ്രശ്നമാണ്, വീതി ഇല്ലാത്തതിൻ്റെ കുറവാണിപ്പോൾ. സെക്കൻഡ് ഓർഡർ അടിച്ചിട്ടുള്ളത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഓർഡറാണ്. ഉല്ലാസ് ഹോട്ടലിൽ നിന്നാണ്. ഇതും ബ്ലോക്കിലോട്ട് തന്നെയാണ് കേട്ടോ. അങ്ങാടിപ്പുറം ബ്ലോക്കിലോട്ടുള്ള ഓർഡറാണിത്. പന്ത്രണ്ട് കിലോമീറ്ററോളം ഓടാണ്ട് മങ്കടപ്പുറമാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങനെയുള്ള ഈ ബ്ലോക്കിൽ നമ്മളിപ്പോൾ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം അപ്പുറമൊക്കെ ചാടിപ്പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. കസ്റ്റമർ ഒരു നേപ്പാളിയാണ്. ഒരു ചെറിയൊരു ബീഫ് ചില്ലിയാണ് അയാൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ പേ ചെയ്തിട്ടുള്ളത് 218 രൂപയാണ്. അതിൽ 126 രൂപയും നമുക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒക്കെ ഒരു ഗുണം. ഗൈസ്, അടുത്ത ഓർഡർ അടിച്ചിട്ടുള്ളത് ടീ ടൈമിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്കത് ആരാണെന്ന് അറിയണ്ടേ? 2015 ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഒത്തിരി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായില്ലേ ഓരോ ഇയറിലും, അല്ലേ? പക്ഷേ ഈ സിനിമ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ സിനിമ ഉണ്ടാക്കിയ ഓളം അത്രത്തോളം ആയിരുന്നു. ഒരു പ്രണയത്തിന്റെ തീവ്രത എന്താണെന്ന് അത്രത്തോളം കാണിച്ചു തന്ന ഒരു സിനിമ. ആ ഒരു സിനിമയിലോളം വേറൊരു സിനിമയ്ക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു റിയൽ ലൈഫ്, 2 പേരുടെ റിയൽ ലൈഫ് സ്റ്റോറി, പ്രണയ കഥ കാണിച്ചു തന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ചില സിനിമകളിലൊക്കെ ലവ് സ്റ്റോറീസ് അല്ലേ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? അതൊരു റിയൽ സ്റ്റോറി ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആരാ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയട്ടെ? ആ സിനിമയിലെ ഡയലോഗ് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആരാണ് ആ ഗസ്റ്റ് എന്നുള്ളത്. ഡയലോഗ് ഇതാണ്: ഇരുവാഞ്ഞിപ്പുഴ കടലിലുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തിയിലുള്ളതാണ്. മനസ്സിലായില്ലേ? അതെ, കാഞ്ചനമാല അന്നും ഇന്നും എന്നും മൊയ്തീന് സ്വന്തമാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മറ്റാരുമല്ല, മൊയ്തീന്റെ സ്വന്തം കാഞ്ചനമാല തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. സീരിയസ്ലി നമ്മൾ ആ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും ഇയറായിട്ട് നമ്മുടെ ഉള്ളിൽ മറക്കാതെ പോയിട്ടുള്ള ഒരു മുഖമാണ് കാഞ്ചന മാമിൻ്റെ. നമ്മൾ ഒത്തിരി ഇന്റർവ്യൂസിലും ഒത്തിരി വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ആളുടെ ലൈഫിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ആ പ്രണയത്തിന്റെ തീവ്രതയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വാലന്റൈൻസ് ഡേ ഈവനിങ്ങിൽ, ഈ ഒരു പ്രണയ ദിനത്തിൽ ഇവിടെ തീർച്ചയായിട്ടും ഗസ്റ്റായിട്ട് വരാൻ അത്രയും അർഹതപ്പെട്ട ഒരു ഗസ്റ്റ് തന്നെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ആ സിനിമയിലൂടെ നമ്മൾ കാഞ്ചനയായിട്ടും മൊയ്തീനായിട്ടും കണ്ടിട്ടുള്ളത് പൃഥ്വിരാജിനെയും അതുപോലെ തന്നെ പാർവതി തിരുവോത്തിനെയൊക്കെ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ റിയൽ സ്റ്റോറിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കാഞ്ചന മാമിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, തൊട്ടറിഞ്ഞിട്ടുണ്ട്. ആ പ്രണയമൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് ഡേ ഈവനിങ്ങിലേക്ക് വെൽക്കം ചെയ്യാണ് നമ്മുടെ സ്വന്തം കാഞ്ചന മാമിനെ. അപ്പോൾ നല്ലൊരു ഗൈഡോട് കൂടി നമുക്ക് മാമിനെ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. കുറിച്ച് ഇത്രത്തോളം ഒരു തീവ്രത അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ആത്മാർത്ഥത എന്താണെന്ന് കാണിച്ചു തന്നിട്ടുള്ള മാമിന്റെ ആ ഒരു റിയൽ സ്റ്റോറി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ ഒത്തിരി ബഹുമാനത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് മാമിനെ നേരിൽ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അല്പസമയത്തിനകം കാഞ്ചന മാം ഇവിടെ എത്തും. വാലന്റൈൻസ് ഡേ പ്രോഗ്രാമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് നോക്കിയെന്ന് കഴിഞ്ഞാൽ നടക്കൂല, നമുക്ക് വേഗം ഓടണം. കസ്റ്റമറിന് ഓർഡർ കൊടുത്ത ഉടനെ വണ്ടി സ്റ്റക്കായി.
ഇനി എന്തായാലും റീബൂട്ട് ചെയ്യാതെ ഒരു ഓപ്ഷനും ഇല്ല. ആകെ ഈ വണ്ടിയുടെ ഒരു പ്രോബ്ലം അത് തന്നെയാണ്, ഫുൾ സ്റ്റെക്ക് വണ്ടിയാണ്. ഇത് മൊത്തം പോയോ ഗെയ്സ്? ഇതെന്തായാലും ഒഴിഞ്ഞ സ്ഥലമാണ്, ആകെ ഇരട്ടാണ്, കണ്ടില്ലേ, ആരുമില്ല. നമ്മൾ ഈ മുകളിലുള്ള ഈ റൂട്ടിനാണ് പോയത്. അവിടെ കസ്റ്റമറിന് ഡെലിവറി ഒക്കെ ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്താണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. കൂര ഇരട്ട്. ഇവിടെയൊക്കെ വണ്ടി സ്റ്റക്കായി കഴിഞ്ഞാൽ നടന്ന് ബസ് കയറാൻ കൂടി അവസ്ഥ സാധിക്കൂല. വണ്ടിയിൽ വരുന്നുണ്ട്, എന്താവും ശരിയായി കിട്ടിയാൽ മതിന്നു. റീബൂട്ട് ചെയ്തിട്ടും വരുന്നില്ലേ, ആകെ കുടുങ്ങിയോ എന്താ ഇത്? ഇങ്ങനെ പോയി കഴിഞ്ഞാലേ പവർ കയറ്റേ വേഗം ഓണാവ്, എന്നിട്ട് വേണം നമുക്ക് അടുത്ത ഓർഡറും കാര്യങ്ങളും പിടിക്കാൻ. ഇവിടെ നമുക്ക് 9 കിലോമീറ്ററോളം യാത്ര ചെയ്താലുള്ളൂ പെരുന്തൽമണ്ണ എത്തുള്ളൂ. മാക്സിമം വേഗം ഓണാവ്. ഓക്കെ, ഇനി എന്തായാലും ശരിയായിക്കോളും. അതൊരു സ്റ്റെക്കിൻ്റെ പ്രശ്നമാണ്. പവർ വന്നു. ഇനി വേഗം നമുക്ക് വിടാം. ഇത് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് വെച്ചാൽ ഇതിലൂടെ അടിച്ചു കഴിഞ്ഞാൽ സംഗതി വന്നോളും. ആ GPS ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, പക്ഷേ ഇൻ്റർനെറ്റും വേണ്ട, ഒന്നും വേണ്ട. അത് ഓട്ടോമാറ്റിക്കായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചോളും. സമയം ഏകദേശം 8:45. നമ്മുടെ ഷിഫ്റ്റ് തീരാനായി. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഓർഡർ അടിക്കണില്ല. നല്ല ബ്ലോക്ക് ഉണ്ട് റോട്ടിൽ, പക്ഷേ ഓർഡറൊന്നും അടിക്കണില്ല. വളരെ മോശമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് എനിക്കിന്ന് ഫീൽ ചെയ്യണത്. അങ്ങനെ അടുത്ത ഷിഫ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ കാറ് കൊണ്ട് തന്നെയാണ് ഇനി കളി നടക്കാൻ പോകുന്നത്. രാത്രി 10 മണിയാണ് ടൈം. ഇനി 10 to 12 ഷിഫ്റ്റാണ് നമ്മൾ ചെയ്യണത്. അത് റോഡ് ഫ്രീ ആണ്, അതുകൊണ്ട് പിന്നെ കാറിൽ നമുക്ക് ചെയ്യാം. ഓർഡർ അടിച്ചിട്ടുള്ളത് MES മാലാപ്പറമ്പിലോട്ടാണ്. ഈ MES മെഡിക്കൽ കോളേജിലുള്ള എന്നത്തെയും പ്രശ്നമാണ്. ഇവർ ഹോസ്റ്റൽ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല. ഒരു മസ്ജിദ് റോഡിനുള്ളൊരു PG അനക്ഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്റ്റലുണ്ട്. അതിക്കാണ് എപ്പോഴും ഓർഡർ അടിക്കുക. എന്നിട്ട് അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പറയും അതല്ല ഹോസ്റ്റൽ വേറെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ട് 1.5 കിലോമീറ്റർ അപ്പുറം നമ്മൾ വീണ്ടും യാത്ര ചെയ്യിപ്പിക്കും. നമുക്ക് നഷ്ടമാണ്, നമുക്ക് സമയം അത്രയും ലോസാണ് അവിടെ വന്നിട്ട് വട്ടം കറങ്ങിയിട്ട്. ചില ആൾക്കാരാണെങ്കിൽ ഫോൺ പഠിച്ചാൽ എടുക്കില്ല. ചില കസ്റ്റമേഴ്സ് കുറേ കഴിഞ്ഞിട്ട് കാണാൻ അവരെടുക്കണം. അപ്പോഴേക്കും നമ്മൾ എത്ര ടൈമായിരിക്കും മിസ്സായിട്ടുണ്ടാവും അറിയാം. സമയം രാത്രി 12 മണിയാവാറായിട്ടുണ്ട്. പെരുന്തൽമണ്ണ ക്രോസ് ടൗണിലോട്ടാണ് നമുക്ക് ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുള്ളത്. ഇവരൊക്കെ ക്ലോസിങ്ങിലാണ് കേട്ടോ. തൊട്ടപ്പുറത്തുള്ള കടയാണ് മൗസി. അതിലൊക്കെ ഫുള്ള് ചെറിയ ചെക്കന്മാരാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെക്കാൾ ഏജ് കുറവുള്ള വളരെ ചെറിയ ചെക്കന്മാർ. ഇത് ബംഗാളി ഒന്നും അല്ല കേട്ടോ, ഫുള്ള് മലയാളികളാണ്. ചെറുപ്പക്കാർ സംസാരിച്ച് നോക്കി, കഷ്ടപ്പെടുന്നേ, ചെറുപ്പമല്ലേ, കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്നതാണ് അവരൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അടുത്ത ദിവസം സാറ്റർഡേ ആണ്, നമുക്ക് ഫ്രീ ആണ്. മാക്സിമം വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ട് ഏകദേശം എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.